എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ചിലവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബാക്കി വന്ന ഫുഡ് ഉപയോഗിച്ച് നമുക്കതെങ്ങനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാമെന്നുള്ള ഒരു സംഭവം. അപ്പം നമുക്കതൊന്ന് നേരിട്ട് കാണാം അല്ലേ. അപ്പം ഞാൻ ആ സംഭവത്തിന് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളി, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് വേറെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല നേർങ്ങനെ കൊത്തി അരിഞ്ഞ പോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും നല്ലോണം നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. കാരണം ഇതൊരു നല്ല അടിപൊളി വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. രാവിലെ ചായക്ക് നമ്മുടെ പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നോക്കുമ്പോൾ ബാക്കി വന്നു കുറച്ച് പുട്ട്. അപ്പോൾ ഈ പുട്ട് നമുക്ക് എങ്ങനെ ചിലവാക്കാം, വേസ്റ്റ് ചെയ്യാണ്ട് ആ സംഭവത്തിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു അടിപൊളി പുതിയൊരു ഡിഷാക്കി മാറ്റാമെന്ന് വിചാരിച്ച് നമ്മുടെ പുട്ട് ഇത്രയും പുട്ട് ബാക്കി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറവാണ് കേട്ടോ. അപ്പോൾ ആ ബാക്കി വന്ന് നമുക്ക് എന്തായാലും കളയാൻ പറ്റില്ലല്ലോ. അപ്പം മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്കൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, എണ്ണ ഒഴിച്ച്, അപ്പോൾ കടു പൊട്ടിച്ച് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നും കൂടി അതിൻ്റെ അകത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലോണം വഴറ്റിയെടുത്ത് ആ ഒരു മസാലാസ് എല്ലാം നമ്മുടെ ആ പുട്ടിലേക്ക് പിടിച്ച് കിട്ടുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പം പുട്ട് ഞാൻ എന്തായാലും പൊടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ച് നല്ല നൈസ് പൊടിയാക്കി വെച്ചിട്ടുണ്ട് പുട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തക്കാളി നല്ലോണം വഴറ്റി, തക്കാളിയല്ല ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തു. ഇനിയിപ്പോൾ തക്കാളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിനേക്കാളും വേവുള്ളൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം തക്കാളി. ശരിക്കും പറഞ്ഞാൽ പണ്ടെല്ലാം തക്കാളി വേഗം വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പം കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചോപ്പർ കൂട്ടൻ്റെ അകത്തിട്ട് തക്കാളി നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ അടിച്ചെടുത്ത തക്കാളിയും കൂടി നമുക്ക് നമ്മുടെ വഴറ്റിയെടുക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം, ഗരം മസാലയും ചേർക്കാം, ചിക്കൻ മസാലയും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സംഭവം ചേർക്കാം. നമ്മുടെ ന്യൂഡിൽസ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല മാത്രം ചേർത്താലും ഈ സംഭവം കിടുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതാ ഞാൻ തക്കാളിയും കൂടി ഇട്ട്, ഞാൻ ആ മസാല ഇട്ടിട്ടില്ല, ഞാൻ ചിക്കൻ മസാല പകരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മസാലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ ഇനി നമുക്ക് ആ തക്കാളി ഒന്ന് വെന്ത് വരണം. തക്കാളി വെന്ത് നല്ലോണം ഉടഞ്ഞ് കിട്ടണം. തക്കാളിയുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പുളിയുള്ള ആ രസം അത് നമ്മുടെ ഈ പുട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ തക്കാളി നല്ലോണം വെന്ത് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പം ശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ മസാല ഡ്രൈ ആക്കണ്ട കേട്ടോ. കുറച്ച് ഗ്രേവി പരുവത്തിൽ തന്നെ വെച്ച് നമ്മുടെ പൊടിച്ച് വെച്ച നമ്മുടെ പുട്ടുകുട്ടനെ അതിൻ്റെ അകത്തേക്ക് തട്ടിക്കോളുക. നമ്മുടെ പുട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് നല്ല ചെറിയ തീയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പം തീ നല്ലോണം കുറച്ച് വെക്കുക. ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ മസാല പുട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിച്ച് ഒന്ന് നല്ലോണം പുട്ടിനെ ഇളക്കി സോഫ്റ്റ് ആക്കി എടുക്കണം. ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് എല്ലാം തട്ടിപ്പൊത്തി അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ മസാലയും
അതൊക്കെ നമ്മുടെ പുട്ടുപൊടിയല്ല, നമ്മുടെ ശരിക്കും വേവിച്ച പുട്ട് തന്നെയാണെന്നല്ലോ, അതുകൊണ്ട് ഒന്നും കൂടി കുക്കാവേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ആ ഒരു പൊടിയിലേക്ക് ഫുൾ സ്റ്റീം കയറണം, ആവി കയറണം, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തൂ. അപ്പോൾ നമ്മുടെ മസാലയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അങ്ങനെ ഉപ്പ് ഇട്ടത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, ഉപ്പിട്ടിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാണ്. കുട്ടികൾ പുട്ട് ഡയറക്റ്റ് തിന്നാത്ത മക്കൾ വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. ഇനി വേണമെങ്കിൽ നമുക്കിതിന് അഡീഷണലായിട്ട് ഒന്നും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ മുട്ടായി മസാലേൻ്റെ അകത്തേക്ക് ഒരു 2-3 മുട്ടയും കൂടെ പൊട്ടിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ പുട്ടുപൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ല പുട്ടും മുട്ടയും കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മുടെ പുട്ടും മുട്ടയും റെഡിയാവും. അപ്പോൾ അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് പോലും ഇത് ഒരു പൊടി പോലും ബാക്കി വന്നിട്ടില്ല. കാരണം രണ്ടാളും നല്ല ടേസ്റ്റോടെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ എന്താ ഒരാൾ ടേസ്റ്റ് നോക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറ. കുറച്ച് മതി, നിലത്തൊന്നും ഇടല്ലോ അവനെ. ടേസ്റ്റ് നോക്കാൻ അത്രയൊന്നും വേണ്ട, ടേസ്റ്റ് നോക്കാൻ കുറച്ച് മതിയില്ലടാ. അടിപൊളിയാ. എരിവ് കൂടിപ്പോയോ? കുറച്ച് എരിവ് വേണം എൻ്റെ കുർത്തക്കേട്. പേടിയാന്ന്